ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി മത്സരം 3-2 എന്ന ഗോൾ സ്കോറിന് റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗാം, ബ്രഹീം ദിയാസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാൻ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം ആരംഭിച്ചത്. മത്സരം ആരംഭിച്ച ആദ്യത്തെ 10 മിനിറ്റ് വരെ റയൽ മാഡ്രിഡാണ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്, പ്രൈം ഫോമിൽ കളിച്ചിട്ടുള്ള ഒരു സിറ്റിയുടെ ഒരു പ്രകടനമാണ് ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുന്നവരെ കാണാൻ വേണ്ടി സാധിച്ചത്. അതും ഡാസ് വന്നതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ഡിഫൻസിൽ. ഈ ഒരു മാച്ചിൽ ഡാസിനേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഗ്രാഡിയോളാണ്. ആദ്യ ഗോളിന് അസിസ്റ്റ് കൊടുത്തതും ഗ്രാഡിയോളാണ്. ജാക്ക് ഗ്രീലിഷ് ക്രോസ് കൊടുക്കുന്നു, ജസ്റ്റ് കൊണ്ട് അത് ടച്ച് ചെയ്തിട്ട് ഹാലൻഡിന് അസിസ്റ്റ് കൊടുക്കുന്നു, ആളിൻ്റെ അത് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ വാറിന് അപ്പീൽ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അത് വാർ ചെക്ക് ചെയ്യാതെ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഓഫ് സൈഡ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എഗെയിൻ റിപ്ലൈ കണ്ടതിന് ശേഷം ഫസ്റ്റത്തെ ആ ഒരു ഗോൾ അടിച്ച ആ ഒരു സമയത്ത് ഓഫ് സൈഡ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. റിപ്ലൈ കണ്ടതിന് ശേഷം റയൽ മാഡ്രിഡ് ഡിഫൻസിനേക്കാൾ 1-2 ഇഞ്ച് ഫ്രണ്ടിലായിട്ടാണ് ഗ്രാഡിയോളനെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഹാലൻഡ് ഓൺ സൈഡ് തന്നെ ആയിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് റയൽ മാഡ്രിഡ് ഒന്ന് ട്രാക്കിലേക്ക് വരുന്നത്. ആ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നു. ഫ്രീ കിക്കിൽ എംബാപ്പെ സ്കോർ ചെയ്യുന്നു. 1-1 എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് 60 മിനിറ്റിന് ശേഷം, അതും ഫസ്റ്റ് ഹാഫിൽ ഗ്രീലിഷിന് ഇഞ്ചുറി പറ്റിയ ശേഷം ഫിൽഫോഡൻ വന്നു. ഫിൽഫോഡനാണ് സെക്കൻഡ് ഹാഫിൽ ഒരു കേർവിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് സെബായസിൻ്റെ ഒരു ഫോൾ, അത് ക്ലിയർ പെനാൾട്ടി തന്നെയാണ്, അത് ഫോൾ തന്നെയാണ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഹാലൻഡ് സ്കോർ ചെയ്യുന്നു. 2-1 എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പേഴ്സണലി അങ്ങനെ പറയാൻ കാരണം, ഒരുപാട് ചാൻസസ് സെക്കൻഡ് ഹാഫിലും എംബാപ്പയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ളൊരു ഫോമൊന്നും ആയിരുന്നില്ല. എംബാപ്പെ അടിച്ചതും അത് വലിയ ഒരു സിമ്പിളായിട്ടുള്ള ഗോൾ തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ആവുന്നത് ബ്രഹീം ഡിയാസ് വന്നതിന് ശേഷമാണ്. അവിടെയാണ് ബ്രില്യൻ മൂവ്, ഡോൺ കാർലോയുടെ ഒരു ബ്രില്യൻ മൂവ് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഡിയാസ് വന്ന ആദ്യ ടച്ചിൽ തന്നെ സ്കോർ ചെയ്യുന്നു. 2-2 എന്ന നിലയിൽ പോകുന്ന സമയത്താണ്, എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സമയത്താണ് ഒരിക്കലും അങ്ങനെ ഒരു ഗോൾ സിറ്റിയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ റയൽ മാഡ്രിഡും അതും. പക്ഷെ വേറൊരു കാര്യം, ഗാർഡിയോള 2 ഗോൾ സ്കോർ ചെയ്തിട്ടും വലിയ രീതിയിലുള്ളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഗാർഡിയോളയല്ല എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം റയൽ മാഡ്രിഡായിട്ട് കളിച്ച എല്ലാ സമയത്തും ഒരു കംബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിലും അത് തന്നെ സംഭവിച്ചു ഗൈസ്. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ഒരു ഡിഫൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് കളിച്ചത് എന്ന് കൂടി പറയണം. ഇനി മിഡ്ഫീൽഡിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിന് മെയിൻ റീസൺ, ഫെഡെ വാൽവെർഡെ റൈറ്റ് ബാക്കിലാണ് കളിച്ചത്. വാൽവെർഡേക്ക് ഒരേ സമയത്ത് അറ്റാക്കിങ്ങിലും ശ്രദ്ധിക്കണം, മിഡ്ഫീൽഡും ശ്രദ്ധിക്കണം. ഫെഡേനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും മിഡ്ഫീൽഡിലാണ് ഫെഡെ ഇന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 2 ഗോൾ സ്കോർ ചെയ്യേണ്ട ഒരു ചാൻസസ് ഉണ്ടായിരുന്നു. വേറൊരു റയൽ മാഡ്രിഡ് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, വിനീഷ്യസ് ജൂനിയർ അത്യാവശ്യം ഒരുപാട് ചാൻസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എംബാപ്പേനെ കൊണ്ടൊന്നും ഒരിക്കലും ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ളൊരു ടാലൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ അല്ല, ബെൻസിമയെ പോലുള്ളൊരു പ്ലെയർ അല്ല. അങ്ങനെയുള്ള ഒരുപാട് ക്രോസ് ഈ മത്സരം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോട്ടും വലിയ രീതിയിലുള്ളൊരു ഫോമിൽ ഉണ്ടായിരുന്നില്ല. സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം നമുക്ക് ഇത്രയും അവസാന നിമിഷം വരെ കാത്തിക്കേണ്ട ഒരു മാച്ച് ആയിരുന്നില്ല പേഴ്സണലി എനിക്ക് തോന്നിയത്. ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. ബെല്ലിങ്ങാമിന് ഒരു ചാൻസ് 1-on-1 ആയിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും മിസ് ചെയ്തു. എഡർസൺ എടുത്ത് പറയണം, എഡർസൺ കിട്ടില്ല ഫോമായിരുന്നു. ഒരുപാട് സേവിങ്സ് ഉണ്ടായിരുന്നു എഡർസനെ സംബന്ധിച്ചിടത്തോളം. സിറ്റിയുടെ വേറൊരു വീക്ക് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് മിഡ്ഫീൽഡിലെ ആ ഒരു പോരായ്മയാണ്. സ്റ്റോൺസിനെ കൊണ്ടൊന്നും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. ഡിബ്രോയിനും വലിയ രീതിയിലുള്ളൊരു ആവറേജ് പെർഫോമൻസാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഡിഫെൻസീവ്ലി പഴയ ഒരു പ്രൈം ഫോമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ
ഈ ഒരു മിസ്റ്റേക്ക് ഉടനീളം കാണാൻ വേണ്ടി സാധിച്ചു. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തത് സാന്റിയാഗോ ബെർണാബിലാണ് കളി. വളരെയധികം പ്രതീക്ഷയുണ്ട്. ഈ ഒരു മാച്ച് ഞാൻ ശരിക്കും ഒരു 50-50 ചാൻസസ് ആയിരുന്നു. അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ റുഡിഗർ ഇന്നത്തെ ഈ ഒരു മാച്ചിൽ ആദ്യത്തെ ഗോൾ തന്നെ നോക്കിയാൽ മതി. അസെൻസിയോനെ കൊണ്ട് അത് ഹെഡ് ചെയ്ത് കളയാനുള്ള ഒരു ഹൈറ്റില്ല. ഇന്ന് ശരിക്കും റുഡിഗർ ഇന്ന് കളിക്കുമായിരുന്നെങ്കിൽ ഹാലൻഡിന് ആ ഒരു സ്കോർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റിപ്ലേ കണ്ട സമയത്താണ് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കി ത്രൂ ഔട്ട് കിടിലം പോലെ പെർഫോമൻസ് ചെയ്തു അസെൻസിയോ. ഒരുപാട് ടാക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഗോൾ ഹെഡ് ചെയ്ത് അത് സേവ് ചെയ്യാനുള്ള ഒരു ടാലൻ്റ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റുഡിഗർ ഇല്ല, അതുപോലെ മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചിട്ടും ഈ ഒരു മത്സരം അതും എത്തിഹാദിൽ പോയിട്ട് വിൻ ചെയ്യാം എന്ന് പറയുന്ന ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.